ഓരോ ഫന്നിലുമുള്ള കിതാബിന്റെ പ്രാധാന്യം പറഞ്ഞു വരും. ആദ്യം മുന്തി ചെയ്ത് തഫ്സീർ, പിന്നെ ഹദീസിന്റെ, പിന്നെ ശുറൂഹുകളെ കുത്തുബ് തസവുഫാണ് ഇനിയിപ്പോൾ കടന്നത്. അതിൽ ഉമ്മഹാത്തു സിത്ത് പറഞ്ഞു. അതിൽ ഇഹ്യാ ഉലുമുദ്ദീൻ, മിൻഹാജുൽ ആബിദീൻ, അർബഈനുൽ അസ്ലി, റിസാലത്തുൽ ഖുശൈരി, സുഹറവർദി, ഖുതുൽ ഖുലൂബ് എണ്ണില്ലേ. ഇനി കുത്തുബുൽ ഇമാം അൽ ഗസാലി, ഗസാലി ഇമാമിന്റെ ഖാസായ കിതാബ് വേറെ എണ്ണി. ഇതൊന്ന് അത് ഹിജാക്കനെ പറഞ്ഞു. ഉജൂബത്തുൽ സമാൻ എന്നാണ് പേര് കൊടുത്തത്. ബിദാഅത്തുള്ളതായ അതിൻ്റെ സോർട്ട്. ഇനി അതിൽ നിന്ന് ഇഹ്യാ ഉലുമുദ്ദീൻ്റെ പ്രത്യേകത എന്നെ പെടുന്നു. അപ്പോൾ പഠിച്ച ജാഹിൽ പറഞ്ഞ പോലെയല്ല, അത് കേൾക്കുമ്പോൾ തന്നെ ലൈഫെന്നൊന്നല്ല ഓർമ്മ വെച്ചു. വഖാല റളിയല്ലാഹു അൻഹു, ആര് മുമ്പാലെ പറഞ്ഞ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ പറ്റിയല്ലേ പറഞ്ഞത്? അല്ല, അബ്ദുല്ലാഹിൽ ബിൻ അബീ ബക്കർ ഐദ്റൂസ് ഫി സനായ കിതാബിൽ ഇഹ്യാഇ, ഇഹ്യ കിതാബിന് അല്ല, അത് ഒറിജിനല്ലത് കിതാബുൽ അർബഈനെ വേണ്ടി. അത് ഗസാലി ഇമാമിന്റെ ഇഹ്യനെ പറ്റി പറഞ്ഞു, പറ്റില്ല പറഞ്ഞത്. വൽ ഹുജ്ജത്തുൽ ഹബ്റു നമ്മന്ന് പറ്റി നിങ്ങൾ ചോദിക്കും. അതെ, ഖാലൽ ഇമാം അബ്ദുല്ല, അത് ഇനി ഗസാലി ഇമാമിന്റെ അർബഈനാന്റെ ഫളായില് പറയുന്നു. ഖാലൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കിതാബുൽ അർബഈനൽ അസ്ൽ എന്ന് പറഞ്ഞത് ഗസാലി ഇമാമിന്റെ കിതാബല്ലേ. ഫീഹി അഷിയാഉ ലൈസത്ത് ഫിൽ ഇഹ്യാ, ഇഹ്യായിൽ പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും അതിലുണ്ട്. അപ്പൊ ഇഹ്യ ഉണ്ടായത് കൊണ്ടെന്താകൂല, അത് ഒഴിവാക്കാൻ പറ്റൂല. വഹുവ കിതാബുൻ ജലീൽ, അത് മഹത്തായ ഒരു കിതാബാണ്. വസമ്മാഹു ശൈഖ് അബ്ദുല്ലാഹിൽ ഐദ്റൂസ്, അതിന്റെ പേര് കൊടുത്ത അസ്സിറാത്തുൽ മുസ്തഖീം എന്നാണ് കിതാബിന്റെ പേര്. വഫീ കുതുബിൽ ഇമാമിൽ ഗസാലി, ഗസാലി ഇമാമിന്റെ കിതാബുകളിലുണ്ട് ഖാസിയത്ത്, ചില പ്രത്യേകതകളുണ്ടെന്നാണ്. മറ്റുള്ളതിനില്ലാത്തൊരു പ്രത്യേകത. നബി ഇമാമിന്റെ കിതാബിന് വേറെ ഖാസിയത്ത് ഉണ്ടാവും, ഷഹറാനി ഇമാമിന്റെ കിതാബിന് മറ്റൊരു ഖാസിയത്ത് ഉണ്ടാവും, ഇബ്നു അത്താഇല്ലാഹി തങ്ങളുടെ കിതാബിന് വേറെ ഖാസിയത്ത് ഉണ്ടാവും. വഹിയ അന്നഹ തജ്ലിബുൽ ഖൽബ, അതാണ് ആ ഖാസിയത്ത്. ഏതാ? ഖുലൂബുകളെ അതെന്താക്കും, ബലിക്കും. എവിടത്തേക്ക്? ഇലൽ ഹുളൂരി മഅല്ലാഹ്, അള്ളാഹിനെ കൊള്ളെ, അള്ളാഹിനോടൊപ്പം കൽബ് ഹാദിറാകാൻ വേണ്ടതാക്കും, കൽബുകൾ അങ്ങനെ വലിച്ചിട്ട് അള്ളാഹിലേക്ക് എത്തിക്കും. അത് അബിൽ ഖാസിയത്ത്, അതിന്റെ ഖാസിയത്ത് ഉപയോഗിച്ചാണ്. അല്ലാണ്ട് ലാബി മുജറദിൽ ഇൽമ മാത്രം ഉണ്ടായതുകൊണ്ടല്ല. ഇൽമാണെങ്കിൽ ഇതിനേക്കാൾ ഇൽമുള്ള കിതാബ് വേറെ ഉണ്ടാകാം. ആ ഖാസിയത്ത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കുന്നു. അതെ, അതന്നെയല്ലേ തജ്ലിബ്. അള്ളാഹിനോടൊപ്പം കൽബുകൾ ഹാദിറാകാൻ വേണ്ടിയിട്ട് കൽബിനെ വലിക്കലാണ് അതിന്റെ ഖാസിയത്ത്. ഇൽമ മാത്രമാണെങ്കിൽ ഖാസിയത്ത് ഇല്ലാത്ത കിതാബിൽ ഇൽമുണ്ടാകാമല്ലോ. ഇല്ല. വഖാല റളിയല്ലാഹു അൻഹു പറഞ്ഞു, കിതാബുൽ അർബഈനൽ അസ്ൽ എന്താണ്? ലിൽ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമിൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ മിനൽ കുതുബിൻ നാഫിഅത്തി ഫിദ്ദീൻ, ദീനിൽ വളരെ ഉപകാരപ്രദമായ കിതാബിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് എത്തിക്കണം. ലി അഹ്ലിൽ ബിദായാത്തി വഹൽ നിഹായാത്ത്, പ്രാരംഭക്കാർക്കും അത് ഉപകരിക്കും, നിഹായത്തിന്റെ അഹ്ലുകാർക്കും ഉപയോഗിക്കും. ബിദായത്തുൽ ഹിദായ വലിയ കാരണം കുട്ടികൾക്ക് ഉണ്ടാക്കിയ കിതാബാണ്. ബിദാഅത്ത് എന്നുള്ള പേരെന്നെ. വനി കിതാബു റിസാലത്തുൽ ഖുദ്സി ഫി മുനാസഹത്തിൻ നഫ്സ്, ഗസാലി ഇമാമിന്റെ വേറൊരു കിതാബാണ്. അതാ ലിശൈഖ് മുഹമ്മദ് ബിൻ അറബി, നമ്മൾ പേര് മാറി, റിസാലത്തുൽ ഖുദ്സി ഫി മുനാസഹത്തിൻ നഫ്സി എന്ന കിതാബായിരിക്കുള്ളത്. ലിശൈഖ് മുഹമ്മദ് ബിൻ അറബി. കദാലിക എന്ന് പറഞ്ഞതാ ഇഹ്ജനെ പറ്റി നമ്മൾ പറഞ്ഞ അതേ അതിനുണ്ട്. വകാന അല്ലഫഹ ബി മക്കത്തുൽ മുകറമ, മക്കയിൽ വെച്ചാണ് അത് ക്രോഡീകരിച്ചത്. അത് മുഹമ്മദ് ബിൻ അറബി. വദുകിറ അന്നഹു താഫ ബിഹൽ ബൈത്തുൽ അതീഖ സബ്അൻ, ആ കിതാബുമായിട്ട് കഅബ ഷരീഫിൽ 7 വട്ടം തവാഫ് ചെയ്തു. ഉണ്ടല്ലേ? അതേസമയം ലാമിയത്ത് എടുത്തിട്ട് എന്താക്കിയത്? 12,000 വട്ടം തവാഫ് ചെയ്തു. ഷാത്തബി ഇമാമിന്റെ ലാമിയത്തിന്റെ ഖിറാഅത്തും തജ്വീദും പറയുന്നേ. തജ്വീദ് വേണ്ടാന്ന് പറയുന്ന ആള് ഇതെന്തിനാ ഉണ്ടാക്കിയെന്ന് ആദ്യം ചോദിക്കാം. തജ്വീദ് വേണ്ട പോലെ ഇത് കേൾക്കാനേ നേരമുള്ളൂ. പണ്ട് തുടങ്ങിയാൽ എന്നെ വിടുന്നില്ല, എന്നെ ഓതാൻ വിടുന്നില്ല, പണ്ടോതും പോലെ ഓതണമെന്ന് പറഞ്ഞിട്ട് എന്നെ വല്ലാണ്ട് കിട്ടിനേക്കുന്നു. അപ്പൊ ജീവിച്ചിരിപ്പുള്ള ഹയാത്തോടെ കാണുന്ന കൈത്താമാർ എത്രയുണ്ട്. 2000 ചില്ലാനും പരിയടങ്ങുന്ന ലാമിയത്ത് ആരുണ്ടാക്കി? ഷാത്തബി ഇമാം ഉണ്ടാക്കി.
ഷാത്തബി ഇമാം ഉണ്ടാക്കിയിട്ട് 12,000 തവാഫ് ചെയ്തെന്നാണ്. അപ്പൊ എത്ര ചുറ്റിട്ടുണ്ടാവും? 12,000 ഗുണിക്കണം 7, 7 12 84,000 വട്ടം കാബൽ ചുറ്റി. ഓരോ തവാഫിലും 2 റക്അത്ത് നിസ്കരിച്ചു. 7 കൂടെയല്ലേ തവാഫാവുള്ളൂ. 7 കുറഞ്ഞ തവാഫാവോ? ഒറ്റവട്ടം ചുറ്റിട്ട് വന്ന തവാഫാവൂല. അപ്പൊ എത്ര റക്അത്ത് കിരിച്ച്? 24,000 റക്അത്ത് സുന്നത്ത് കിരിച്ച്. ഓരോ മൂലയിലും ദ്വാരക്കും ഇതിന്റെ ദീനിന്റെ ഖുർആന്റെ കൊണ്ടുണ്ടാക്കുന്ന ഖിദ്മത്താണ്, നീ സ്വീകരിക്കണം, ഇത് നോക്കുന്ന നീ ബർക്കത്ത് ചെയ്യണം, ഉപകരിക്കണം, മറ്റും വെറും ദ്വായുമില്ല. അങ്ങനത്തെ കിതാബാണ് ലാമിയത്ത്. അതിനൊക്കെ ഇപ്പൊ തള്ളിപ്പറയലേ, നിസ്സാരപ്പെടുത്തുക. എനിക്ക് ബർത്ത്ഡേ പൊട്ട് മറ്റൊരാൾ തടയുന്നതിന് ഇത് 7 വട്ടം. പ്രയാസകരമായ ഒരൊറ്റ കാര്യവും ആ കിതാബിലില്ല. സംശയം തീർക്കാനില്ല. അതുകൊണ്ട് തരീഖിലേക്ക് കടക്കുന്ന ആൾക്ക് ആവശ്യമാണ് ഇല തഹഖീഖിലേക്ക് വേണം. എന്തിന്? ഈ പറയപ്പെട്ട 2 കിതാബിലും, ഇതിലൊക്കെ 40 ഉസ്വല പറഞ്ഞു. അതുപോലെ റിസാലത്തുൽ ഖുദ്സ് ഫീ മുനാസഹത്തിൻ നഫ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തിനാ? ലി തലബിൻ നഫ്ഇ വൽ ഇന്തിഫാഇ ഫീ തരീഖി അഹ്ലിൽ ഹഖ് വൽ ഇത്തിബാ. ഹക്കിന്റെ അഹ്ലുകാരുടെ തരീഖിൽ ഉപകാരം കിട്ടാനും അത് പിൻപറ്റാനും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതല്ല അവർ പറയാം, പറയുന്നുണ്ടെന്നോ? അല്ലല്ല, റിസാലത്തുൽ ഖുദ്സ് ഫീ മുനാസഹത്തിൻ നഫ്സ് അത് പറഞ്ഞു വെച്ചില്ലേ? ആകെ കൺഫ്യൂഷനായ ഈടലെ ബണ്ടൊക്കെ മണ്ണത്തിൽ എതിച്ച റിസാലത്തുൽ ഖുദ്സ് ഫീ മുനാസഹത്തിൻ ഫുതുഹാത്തുൽ മക്കിയ വേറെയാണ്. ഇബ്നു അറബി എന്ന എല്ലാവരും ഇബ്നു അറബിയാ. അതെ, മുഹമ്മദ് ഇബ്നു അറബി വേറെയാണ്, മുഹീദ്ദീൻ അൽ അറബി വേറെയാണ്. ചിലതിക്ക് പറയും ഇന്നാള് മുഹദ്ദിസാണ്, ഇന്നാളൊക്കെ കഴിഞ്ഞല്ല ഒരാൾ അറിയപ്പെട്ട സൂഫിയാണ് എന്ന് പറയും. അവരാന്നല്ല മുലാക്കന്മാരെല്ലാം കുറവ് അറിയില്ലേ? ഫുതുഹാത്തുൽ മക്കിയ അത് പേരെന്താന്ന് കിതാബ് ഖുറാസല്ല എഴുതിയുണ്ടാക്കിയിട്ട് കഅബ ഷരീഫിന്റെ മോണ്ടാടെ വെച്ച് ടോപ്പിൽ പഠിച്ചാൽ നീ സ്വീകരിച്ചെങ്കിൽ ഇത് കാറ്റടിച്ചാലും താഴെ വീഴാൻ പാടില്ല, സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് പറ്റിക്കളാം. 1 കൊല്ലം വരെ വെച്ചതിൻ്റെ മുകളിൽ കൊടുങ്കാറ്റടിച്ചാൽ ഈ കിതാബിന് അനക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഫുതുഹാത്തുൽ മക്കിയ എന്ന് പേര് വന്നത്. ഇബ്നു ഹജർ തങ്ങൾ ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിച്ച ജാഹിൽ പറയുമ്പോൾ എല്ലാ സംഗതിയുള്ളത് പഠിച്ച ആലിമ പറ്റി തീരുമാനിക്കേണ്ടത്. പിന്നെ നോക്കാൻ നീ ആയിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിൽ തെറ്റുണ്ടെന്നല്ല, ആ വ്യാഖ്യാനമാണ് തെറ്റിപ്പോയത്. അത് തെറ്റുകൊണ്ട് നിറച്ചത് കൊണ്ട് നോക്കണ്ട, അല്ല, അത് അതിൻ്റെ കെരിമത്ത് തിരിയാൻ നീ ആയിട്ടില്ല എന്നാ വേന. അതുകൊണ്ട് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു കിതാബിൽ പ്രത്യേക ഡിക്ഷണറിയാണ്. ജുർജാനി ഇമാം മറ്റേ താരീഫാത്ത് ഉണ്ടാക്കുമ്പോൾ ഇതിന് താരീഫാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇബ്നു അറബി തങ്ങളൊരു കലിമത്ത് പ്രയോഗിച്ചാൽ ഇസ്ലാഹിയായ മാന എന്താ, മൂപ്പർ എന്താ ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിക്കണം. അപ്പം അതിൻ്റെ മുമ്പെന്താക്കണോ? ആ ഇസ്ലാഹ് പഠിക്കണം, അല്ലെങ്കിൽ ഒന്നും തിരിയൂല. അതാന്ന് പറയുമ്പോൾ പരിഭാഷയാക്കി കിടക്കുന്നവർ. ആർക്ക് പരിഭാഷ? വിറ്റ പൈസ ഇട്ടില്ല പരിഭാഷ. ഇത് പറയുന്നത് മെഴുക് കൊണ്ടുണ്ടാക്കിയ പല്ലാന്ന്, അത് ഇരുമ്പിന്റെ അപ്പ തുന്നുന്ന്, അതുകൊണ്ട് അപ്പം മതിയൂല, പല്ല് കൊയ്യോ എന്നാണ് അതിന് മുഖത്തിമേ കെട്ടിവെച്ചയാള്. പിന്നെ നടിച്ച് ഓരോ മുസന്നിഫീങ്ങൾക്കും ഒരു ഇസ്ലാഹ് ഉണ്ടാവും. മിൻഹാജ് കണ്ടില്ലേ? അൽഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസഹ് എന്ന് പറഞ്ഞാൽ എന്താ? സഹീഹ് എന്ന് പറഞ്ഞാൽ എന്താ? മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഇസ്ലാഹില്ലേ. നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്നും തിരിയാണ്ട് കിതാബ് നോക്കാൻ ഓടൂല. അപ്പൊ ചെറുപ്പക്കാരോട് പറയുന്നത് നിങ്ങൾ വലിയ സൂഫിയാന്ന് നടിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു അറബി തങ്ങളെ കിതാബ് നോക്കിയാൽ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ കള്ളിയതാണ്. പഴയ കാലത്ത് ചില കിതാബ് ഓതി കൊടുക്കുമ്പോൾ പരിസരത്തെ ആളെല്ലാം മാറ്റവും ബായി അടച്ചിട്ടാന്നവരും അതിൽ തൊടുപുഴ ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ചില കിതാബ് ഓതി കൊടുത്തിരുന്നു. കുഞ്ഞുട്ടി മുസ്ലിയാർ പറഞ്ഞത് കക്കടിപ്പത്തോർ എന്നോട് പറഞ്ഞു. കുഞ്ഞുട്ടി മുസ്ലിയാർ തൊടുപുഴയിൽ പറ്റി കിതാബ് ഓതാൻ പോയി. അങ്ങനെ അണ്ണാളെല്ലാം പറഞ്ഞേക്കും, ആരും ഒളിച്ചു കേൾക്കാതിരിക്കാൻ. ഇത് മാതിൽ നടക്കും.
അല്ലല്ല, വെളിയും കൊണ്ട കളി ഉറപ്പത്തായി. അത് തഹഫത്തുൽ മുർസലാതാൻ വേണ്ടി ഞാൻ മൂപ്പരോട് പറഞ്ഞു. തഹഫത്തുൽ മുർസലാൻ 2-3 ശരഹുണ്ട് ഇവിടെ. അപ്പം ഇത് സംഗതി വിളിച്ചില്ലേ? ബിദായത്തുൽ ഹിദായ ലിൽ ഇമാമിൽ ഗസാലി, മറ്റേ മൂന്നാമത്തേത്. ഖാലൽ ഹബീബു അലി ഇബ്നു മുഹമ്മദിൽ ഹബശി റളിയല്ലാഹു അൻഹു പറയുന്നു, ബിദായത്തുൽ ഹിദായ എന്നുള്ളത് കിതാബുൻ അളീം, വമ്പിച്ച കിതാബാണ്. ജമഅൽ ഇൽമൽ ളാഹിറ വൽ ബാത്തിൻ, ബാത്തിനായ ഇൽമിനെയും ളാഹിറായ ഇൽമിനെയും അതിൽ ശേഖരിച്ചിട്ടുണ്ട്. വഹിയ ബിദായത്തുൻ, അത് ബിദായത്താണ്, തോസിലെ നിഹായിലേക്ക് ചേർക്കുന്ന സാധനമാണ്. ബിദായത്താന്ന് പറഞ്ഞിട്ട് തള്ളണ്ട. വഖദ് ഔസലത്ത് കസീറൻ ബിൽ അമലി ബിഹാ മിനന്നാസി, അതിൽ പറയപ്പെട്ട അതുകൊണ്ട് അമൽ ചെയ്യലുകൊണ്ട് ചേർത്തിട്ടുണ്ട്. ആരെ? കസീറൻ മിനന്നാസ്, ജനങ്ങൾ ധാരാളം. ബിൽ അമലി ബിഹാ, ബിദായത്തുൽ ഹിദായയിൽ പറഞ്ഞ അമൽ ചെയ്തിട്ട് ഇലൽ ഇജ്തിമായി ബിൻ നബി സല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണർച്ചയിൽ തന്നെ ഒരുമിച്ചോടില്ല അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. അപ്പം ഹിദായത്തുൽ ചെറുതായി കാണണ്ടാണ്. മനസ്സിലായില്ലേ? വകാന സലഫുന, നമ്മുടെ സലഫു സാലിഹ്യങ്ങളെ നേതാക്കന്മാർ യതആഹദൂന അലൽ അമൽ, അമലിന്റെ മേലെ വളരെ സൂക്ഷ്മത പ്രകടിപ്പിക്കും. ബിമാഫിൽ ബിദായ, ബിദായത്തുൽ ഹിദായയിലുള്ള കാര്യം കൊണ്ട് അമൽ ചെയ്യാൻ. വസ്സലാസത്തുൽ ലദീന അഖാമു ബിൽ മദീനത്തിൽ മുനവ്വറത്തി വതആഹദു അലൽ അമലി ബിഹാ ബിമാഫിൽ ബിദായത്തി, മദീനയിൽ താമസിക്കുകയും ബിദായത്തുൽ ഹിദായയിൽ പറഞ്ഞതുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി കരാറാക്കുകയും ചെയ്തവരാണ് അൽ ഹബീബ് അബ്ദുറഹ്മാൻ ഇബ്നു മുസ്തഫ അൽ ഐദറൂസ്, വൽ ഹബീബ് ഷെയ്ഖ് ബിൻ മുഹമ്മദ് അൽ ജിഫ്രി, വൽ ഹബീബ് അബൂബക്കർ ബിൻ ഹുസൈൻ ബാൽഫക്കി. ഈ മൂന്നാൾ മദീനയിൽ തന്നെ താമസിക്കുകയും ബിദായത്തുൽ ഹിദായ കൊണ്ട് അമൽ ചെയ്യാൻ എന്താക്കി കരാറാക്കി. ആരാണ്? ഒന്നാമത്തെ ആള് അൽ ഹബീബ് അബ്ദുറഹ്മാൻ ഇബ്നു മുസ്തഫ അൽ ഐദറൂസ്. അത് അവരാ അസ്സയ്യിദു അൽ ഇമാമു അൽ അദീബു അൽ അല്ലാമത്തു അബ്ദുറഹ്മാൻ ഇബ്നു മുസ്തഫ ഇബ്നു ഷെയ്ഖ് അൽ ഐദറൂസ്. കേട്ടാ, മൗലിദുഹു ബി തരീം, യമനിലാണ് ജനനം. 1135. അപ്പോൾ സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ ഏതാണ്ട് കാലം 1144 ആദ്യ ജനം. കുത്തുബുസ്സമാൻ മൗലൽ ബുഖാരി തങ്ങളെ ജനനം അത് 35. അപ്പോൾ എത്ര? 9 കൊല്ലത്തിന് മുമ്പ്. വഫാത്തുഹു ബി മിസ്ർ, വഫാത്ത് മിസ്റിലാണ് 1192. ലഹു മുസന്നഫാത്തുൻ കസീറ, അവർക്ക് തസാനിബുണ്ട്. അഖദ അൻഹുൽ ഇമാമു മുർത്തദ സുബൈദിയിലാണ് ഹിയക്ക് ശർഹ എഴുതിയാളാണ്, ഇത്തിഹാഫ് എഴുതിയാളാണ്. ഖാമൂസിന് ശർഹ എഴുതി എന്ന് പറഞ്ഞത് ഞാൻ കിട്ടിയിട്ടില്ല, ഹിയന്റെ ശർഹുണ്ട്. വന്തസബ ഇലൈഹി ഫിൽ അഖദി അലാ അദദി കസറത്തി ശുയൂഖിഹി, ഈ ഇമാം മുർത്തദ സുബൈദി ഉണ്ടല്ലോ, അവർക്ക് ധാരാളം ശേഖന്മാരുണ്ട്, പക്ഷെ ഇവരുടെ പേര് എടുത്തു പറയുന്നുള്ളൂ. അത്രയുണ്ട് പ്രാധാന്യം. ചിലപ്പോൾ 100 കണക്കിന് ശേഖന്മാരുണ്ടാവും, പക്ഷെ ഇവരുടെ പേരേ പറയാറുള്ളൂ. ഇനി രണ്ടാമത്തെ ആരാന്ന്? വൽ ഹബീബ് ഷെയ്ഖ് ബിൻ മുഹമ്മദ് അൽ ജിഫ്രി, നമ്മൾ സാധാരണ സിയാറത്തിന് പോകുന്ന ആള് തന്നെ. അതാ അൽ ഹബീബ് ഷെയ്ഖ് ബിൻ മുഹമ്മദ് ബിൻ ഹസൻ ബിൻ അലവി അൽ ജിഫ്രി. വഫാത്ത് 1222. കോഴിക്കോട്ട് വലിതബി തരീമിലാണ് ജനം. അമ്മത്തെ തങ്ങൾ ഉപ്പാപ്പാന്റെ കാരണോറ് ഷെയ്ഖു നമ്മൾ എത്രയോ തവണ സിയാറത്ത് ചെയ്തതാണ്. വാഹദാൻ സയ്യിദുന അൽ ഹസൻ ബിൻ അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ മകൻ ഹസനാണ് ഉപറ ഷെയ്ഖ് ബാലവി തരീഖത്തിൽ. സുമ്മ ഹാജറ ഇലൽ ഹിന്ദ്, പിന്നെ ഇന്ത്യയിലേക്ക് വന്ന്. വതൂഫ ബി കാലിക്കോട്ട്, കോഴിക്കോട്ടാണ് വഫാത്തായി കിടക്കുന്നത്. അഖദ അൻഹു ജമാഅത്തുൻ, അവരുടെ വാക്കിൽ നിന്ന് വലിയൊരു സംഘം ഇൽമു പഠിച്ചിട്ടുണ്ട്. മിൻഹും അൽ അല്ലാമത്തു ബാസൂദാൻ വഗൈറുഹു. കാന അബൂഹു വജദ്ദുഹു വഅബൂ ജദ്ദിഹി മിൻ അസ്ഹാബിൽ ഇമാമിൽ ഹദ്ദാദ്. അവർ ഉപ്പ, ഇവർ മോൻ്റെ മക്കളെന്ന് വാങ്ങുന്നു. അതെ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ മകൻ ഹസനാണ് ഇവരെ ഷെയ്ഖ്. ഇവരുടെ ഉപ്പയും ജദ്ദും ജദ്ദിന്റെ ബാപ്പയും ഇമാം ഹദ്ദാദ് തങ്ങളെ ശിഷ്യന്മാരിൽപ്പെട്ടോളാം. എന്താ അവിടെ നിസ്ബെല്ലാം കിട്ടിയില്ലേ? ബാസൂദാൻ ഒരാളെ പേര്, സുദാൻ അല്ലാമ ബാസൂദാനി. പിന്നെ മറ്റേരന്ന് ഹുസൈൻ അൽ ബൽഫക്കി അല്ലേ, വൽ ഹബീബ് അബൂബക്കർ ബിനു ഹുസൈൻ അൽ ബൽഫക്കി. എന്നിട്ട് പറയുന്നത് വഖഫ്നാ അലാ തർജുമതൈനി ബിഹാദൽ ഇസ്മി, ഇതേ പേരിൽ 2 തർജുമ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അൽ ഉല ലി അബീ ബക്കർ ബിൻ ഹുസൈൻ ബൽഫഖീഹ് അൽ മുതവഫ 1074 ഇന്ത്യയിൽ വെച്ച് വഫാത്തായി. എവിടെയാണ്? ജയ്പൂരിലാണ്. ബൽദത്ത് ജയ്പൂർ. വസ്താനിത് രണ്ടാമത്തേത് ലിസമിഹിൽ മുതവഫ ഫി ആഷ ഇന്തോനേഷ്യയിൽ വഫാത്തായത് 1000. ബീജാപ്പൂർ ഇന്തോനേഷ്യ. മറ്റേത് വലം യകുൻ അഹദു മിൻഹുമാ മുആസിറൻ ലിസയ്യിദ് അബ്ദുറഹ്മാൻ ഇബ്നു മുസ്തഫ. ഇവർ രണ്ടാൾമാരല്ല. ഒന്നാമത് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു മുസ്തഫ പറഞ്ഞില്ലേ, ഓറ കാലക്കാരനല്ല. അപ്പൊ മക്കത്ത് മദീനത്ത് താമസിച്ചു എന്ന് പറയും നോക്കുന്നില്ല, എല്ലാം പിന്നെ മാറി മാറി താമസിച്ച് നോക്കേണ്ടി വരും. അതാ ഫല്ലാഹു അലം ബിൽ ഹാൽ. അപ്പം മദീനത്ത് മൂന്നാൾ ഒരുമിച്ച് കൂടെയെന്ന് പറഞ്ഞതിന് ഇവിടെ ഒത്തുകാന്നാണ്. അത്ര വരെ അടിച്ചു പറക്കില്ലേ ചരിത്രം. എന്തൊരു സഹ്യാന്ന് പഠിച്ചോന്. മൂന്നാളും കരാറ് കൊണ്ട് പൂർത്തിയാക്കി. തങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടി. ഇപ്പൊ മനാമിലല്ല, ജക്കലത്തി തന്നെ. അപ്പൊ ജക്കലത്തി ആളാന്ന് കോഴിക്കോട്ട് കിടക്കുന്നത്. قال سيدنا القطب عبد الله بن علوي الحلوي حداد رضي الله عنه പറയുന്നു نفعنا الله به أولى ما ينبغي. ആവശ്യമായതിൽ ഏറ്റവും ഔല അൻ തുതാലിഅ കുതുബൽ ഇമാം ഗസ്സാലി. ഗസ്സാലി ഇമാമിന്റെ കിതാബുകൾ പാരായണം ചെയ്യലാണ്. അതങ്ങനെ അലാ കദിൽ ഹാലിക്ക, നിന്റെ ഹാലനുസരിച്ച്. ചിലപ്പം വലിയ ആളാണെങ്കിൽ മുൻപേ ഹക്കായിക്കിന്റെ കിതാബ് നോക്കണം, ചെറിയ ആളാണെങ്കിൽ ചെറിയ കിതാബ് നോക്കണം. എല്ലാവർക്കും ഉണ്ടല്ലോ ഉമ്പർക്ക് കിതാബ്. ഫൈൻ കുന്ത മിനൽ മുബ്തദിഇൻ, അതാ നീ പ്രാരംഭക്കാരനാണെങ്കിൽ ഫൽ ബിദായ, ബിദായത്തുൽ ഹിദായ നോക്കുക. വഇല്ല പ്രാരംഭക്കാരനല്ലെങ്കിൽ ഫൽ അർബഈൻ അസ്ൽ നോക്കിക്കോ. വഇല്ല ഫൽ മിൻഹാജ് നോക്കിക്കോ. ഐ മിൻഹാജുൽ ആബിദീൻ. അപ്പൊ എന്തിനാ മിൻഹാജ് എന്ന് പറഞ്ഞ പേരില് ആയിരക്കണക്കിന് കിതാബുണ്ട്. അതാ മിൻഹാജുൽ ആബിദീൻ. ഇൽമിൽ നല്ല തിരുപാടുണ്ടെങ്കിൽ ഫതാലിഫിൽ ലിഹയ്യ നോക്കിക്കോ. പടിപടിയായിട്ട് കഴിച്ചു. ബിദായത്ത് കൊണ്ട് അമലയില്ല, എന്നാൽ പിന്നെ മറ്റൊട്ടും ഉണ്ടാവില്ല. ബിദായത്ത് കൊണ്ട് അമലില്ല. ഫഖുൽ ഫീ നഫ്സിക, നീ നഫ്സിനോട് പറഞ്ഞോ, ലാ ശക ഇദാ ലം അഖ്ദിർ അലൽ അമലിൽ ഖലീൽ, ബിദായിൽ പറഞ്ഞ കുറഞ്ഞ അമൽ ചെയ്യൂലെങ്കിൽ ഫല അഖ്ദിർ അൽ കസീർ, അതിനപ്പുറം പറഞ്ഞ കസീർ കൊണ്ട് അമൽ ചെയ്യൂലാൻ തീരുമാനിച്ചു. എന്താ ഇതിനപ്പുറം ഇനി പറയാൻ ബാക്കി? ഇപ്പൊ ചുരുക്കത്തിന് അടുക്കള വിട്ട് ചെയ്യൂല, എന്താക്കണം, അട്ടത്ത് കയറി ഒളിക്കുകയും വേണം, ഷഹീദായി മരിക്കുകയും വേണം എന്നുള്ള ആലാണ് ഇപ്പം എല്ലാവരും ഉള്ളത്. എല്ലാവരും ചോദിക്കും എന്താ നമ്മളെ പിന്നെ കാണാത്തത്, എന്താ മുസാഫയാത്ത് ചെയ്യാത്തതെന്നാ ചോദ്യം. ഇവിടെ കബായിർ ദുനൂബിന്റെ ഒരു നസൂഹായ ഒറ്റ നിന്നെ തൊട്ട് ഒരു നസൂഹായ തൗബ പോലും വന്നില്ല. അപ്പം ചോദിക്കും അബൂജഹലുണ്ട്. അബൂജഹൽ കണ്ടു ആരെ? അബൂ താലിബ് പോറ്റ യതീമായ കുട്ടിനാ. അങ്ങനെ കണ്ടിട്ടെന്താ കാര്യം? സിദ്ദീഖുൽ അക്ബർ കണ്ട പോലെ കാണണോ? അന്ന് അബൂജഹൽ ഒറ്റപ്പത്ത് ഷൈബത്തെല്ലാം കണ്ടിട്ടില്ല. ഞാൻ കാണാൻ മോശക്കാരനാ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. അടുത്ത കിതാബ് ഖൂത്തുൽ ഖുലൂബിൽ അബീ ത്വാലിബിൽ മക്കി. ഇപ്പം പറഞ്ഞ മനസ്സിലായില്ലല്ലോ. ബിദായത്തുൽ ഹിദായയിൽ പറഞ്ഞ ചെറിയ ചെറിയ കാര്യമാണ്. ഒന്നോടൊക്കെ മിസ്വാക്ക് ചെയ്യണം, ഇസ്ബാഖുൽ വുളൂ വേണം, തല ദേശം തടവണം എന്നൊക്കെ എല്ലാം പറയുന്നു. അബൂ താലിബിൽ മക്കിന്റെ ഖൂത്തുൽ ഖുലൂബ്, അതാണ് മുമ്പ് പറഞ്ഞതിനെ പറ്റി കുറച്ച് വിഷയം ശേഷം പറയുന്നു പറഞ്ഞത്. ഖാല നഫഅനല്ലാഹു ബിഹി, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നു, വഅലൈക്കും ബിമുതാലഅത്തി ഖൂത്തുൽ ഖുലൂബ്, ഒരു കിതാബിന്റെ പേര്. ലിശ്ശൈഖിൽ ഇമാമി അബീ ത്വാലിബിൽ മക്കിയാണ് മുസന്നിഫ്. ഫഇന്നഹു കിതാബുൻ ജാമിഉൻ നാഫിഉൻ, എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് കൂട്ടിയതും വളരെ പ്രധാനപ്പെട്ട കിതാബുമാണ്. വകാന ശൈഖു സുഹ്റവർദി സാഹിബുൽ അവാരിഫ്, അതാ സുഹ്റവർദി രണ്ടാണ്ട് മഷൂർ. ഒന്നാരാന്ന്? അവാരിഫുൽ മാരിഫിന്റെ മുസന്നിഫായ ഉമർ സുഹ്റവർദി, അബു ഹഫ്സ് ഉമർ സുഹ്റവർദി. അവരെ ഷെയ്ഖും അവരെ അമ്മുമാണ് അബ്ദുൽ ഖാഹിർ സുഹ്റവർദി, അബുൽ നജീബ് എന്ന് പറഞ്ഞു. ഓറ് വേറെ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ മുഅസ്സിറായിരുന്നു പറഞ്ഞു. ഖാസി ഇമാമിന്റെ ഷെയ്ഖുമാണ്. പുറത്തിൽ കിടക്കുന്ന അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെ 17ാമത്തെ ഷെയ്ഖാണ് അബുൽ നജീബ്.
അപ്പം അത് അബുന് മറ്റേ അവാരിഫിന്റെ മുസന്നിഫിൽ കൂടി എല്ലാ തരീക്കും ഇങ്ങോട്ട് വന്നത്. മൊറത്തീലിന്റെ അബ്ദുൽ ഖാദർ സാനി റളിയല്ലാഹു അൻഹു ഒരു 17ാമത്തെ ഷെയ്ഖായിട്ട് വരും. സൂറവർദി ഇമാമിന്റെ കടപ്പ അമ്മ് ഒരു ഉസ്താദും ഷെയ്ഖും എല്ലാവരും തന്നെ. അവാരിഫിലല്ലേ കാലൽ ഷെയ്ഖുൽ ഇസ്ലാം ഇങ്ങനെ സനത് പറയല്ലേ അബു നജീബ്. അവരെന്താന്ന് ഓർ പേരിട്ടത് യുസമി ദീവാൻ അൽ ഇസ്ലാം എന്നാണ് സൂറവർദി ഇമാമ് അവാരിഫ് പറഞ്ഞ ഒരു സാഹിബ് ഇട്ട പേര്. കുതുബുൽ കുലമി വഹു മിൻ അജ്മഇൽ കുതുബി വഅൻഫഇഹാ ഫീ ഫന്നിഹി ബഅദ ഹിയാലുദ്ദീൻ. ഇഹ്യാലുദ്ദീൻ കഴിച്ചാൽ ആ ഫന്നിൽ ഏറ്റവും ജാമിയ കിതാബാണ് കുതുബുൽ കുലമി. അപ്പോൾ ഒന്നാം ഘട്ടം ആർക്ക് ഹിയ കൊടുത്തു. ഇനി കുതുബുൽ നുഖറ ഫി സുലൂക്ക്, സുലൂക്കിന് ആവശ്യമായ വേറെ കിതാബുകളാണ് പറയുന്നത്. ഫീ മജ്മൂഇ കലാമിൽ ഹബീബി അഹ്മദ് ബിൻ ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കലാമാണ് അന്നഹു സഅലഹു ബഅദു തലബ, ചില വിദ്യാർത്ഥികൾ മൂപ്പരോട് ചോദിച്ച് അമ്മ തംബഗിൽ ഖിറാഅത്തു ഫീഹി, പാരായണം ചെയ്യൽ അനിവാര്യമായ കിതാബുകളെ കുറിച്ച് ചോദിച്ചു. ഫഖാല, മൂപ്പർ പറഞ്ഞു ഇഖ്റ ഫിൽ ബിദായ, ബിദായ ഓദിക്കോ, വൽ അദ്കാർ നബി ഇമാമിന്റെ, വൽ മിൻഹാജ്. വഖാല, എന്നിട്ട് പറഞ്ഞ് ഇന്നൽ ഹബീബ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട് യഖൂൽ ഖിറാഅത്തുൽ മിൻഹാജ് ഫിൽ ഫിഖ്ഹി വൽ ഇഹ്യാഇ ഫി തസവ്വുഫി വൽ ബഗവി ഫി തഫ്സീരി വൽ മുൽഹത്തി ഫിൽ ഇറാബി വകുതുബി ബിൻ ഹിഷാം. അപ്പോൾ 6 കിതാബിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു ഉണ്ടല്ലോ. ഒന്ന് മിൻഹാജ്, അത് ഫിഖ്ഹില് നബി ഇമാമിന്റെ മിൻഹാജ പറഞ്ഞ മഹല്ലിന്റെ മത്തിനി, തുഹഫന്റെ മത്തിനി. അതങ്ങനെ തന്നെ ഓതിയാൽ ഔറാദ് ഓതുന്ന സ്ഥാനത്താന്നാ പറഞ്ഞത്. വെറും ഫിഖ്ഹല്ല, നബി ഇമാമിന്റെ അൻവാർ അതിലുള്ളത് കൊണ്ട് ഔറാദായിട്ട് തന്നെ ദലാലുൽ ഖിറാത്തിൽ ഓതുമ്പോൾ ഓതാന്നാ പറഞ്ഞത്. അതിനെ മത്തിന്. അതുപോലെ സനൂസി ഇമാമിന്റെ അഖീദ ഒരാഴ്ച കൊണ്ട് തീർക്കുന്ന ഔറാദായിട്ട് ഓതാറുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ദലായിൽ ഓതുന്നതിൽ ആഴ്ച കൊണ്ട് ഓതുന്നത് എന്നതുപോലെ. എന്നാൽ കുവ്വത്തുൽ യഖീൻ വർദ്ധിക്കുന്നുണ്ട് അംബാബിന്റെ ഹാഷിയിലതാ ഏതാനും പേജുകൾ. നമ്മൾ അതിൻ്റെ ഷറഹാണ് ഇവിടെ ഓതിയത്. അതിന് മൂപ്പർ തന്നെ എഴുതിയ ഷറഹാണ് ഉമ്മുൽ ബറാഹീൻ. ഉമ്മുൽ ബറാഹീനിൻ്റെ ഹാഷിയാണ് ഇത് ദസൂഖി, അതാ കാണുന്ന ചോന്ന കിട്ടാം. എല്ലാം കൂടി 3 കൊല്ലം പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന് അതാൻ. കാരണം ദസൂഖി എന്നാൽ നമ്മൾ കള്ളത്തരീക്കത്തിൻ്റെ കിതാബ് ഓതുന്നത് മുസ്ലിയാർ ചോദിച്ചിട്ടുണ്ട്. എന്താന്ന് ഏതെല്ലാം മുഖദ്ദിമാത്തിൽ പയച്ച് അയാൾ ഇടന്നോ കേട്ട് ദസൂഖി തരീക്കത്തുണ്ട് 2, അത് കള്ളത്തരീക്കത്താന്ന് വീണ്ടും കേട്ട്, അതാണ് ഇവിടെ ഓതുന്നതും കേട്ട്. അപ്പൊ കൂട്ടി വായിച്ചാൽ എന്താക്കി കള്ളത്തരീക്കത്തിന്റെ കിതാബ് ഓതുന്നു കിട്ടി. ഈ ദസൂഖി ഏതാന്ന് മുഹമ്മദ് ബിൻ അറഫത്ത് ദസൂഖി എന്ന് പറഞ്ഞാൽ അത് ഉന്നതരായ മാലിക് മദ്ഹബിലുള്ള മുജ്തഹിദായ ഇമാമാണ്. ദസൂഖ് എന്ന നാട്ടിന്റെ പേരാ. ഓരോ പേര് മുഹമ്മദ് ബിൻ അറഫത്ത് ദസൂഖി. മാലിക് മദ്ഹബിൽ 20 വോളിയം വരുന്ന ഷറഹ് എഴുതിയിട്ടുണ്ട്. ഇതിന് ഷറഹുൽ ഇതാ അതിന്റെ ചെറിയ ഷറഹാണ് കാണുന്നത്. ഇത് അഹമ്മദ് ദർദിയിൽ എഴുതിയതാണ്. ഇതുപോലെ മിന്നാജിന് നമ്മൾ തുഴപ്പണ്ടില്ലേ ഹാഫി മദ്ഹബിൽ എന്നതുപോലെ. അത് വേറെ, അത് ഇമാം കുത്തബായ ഇമാം ഇബ്രാഹിം ദസൂഖി ശേഷാണ് മുപ്പത്. അല്ല ഇപ്പൊ കേട്ട കളവിന്റെ മുകളിൽ എന്തൊക്കെയോ അതിപ്പോ നടക്കുന്നത്. ഒരൊറ്റൊന്ന് മനസ്സിൽ തട്ട ഹാക്കിക്ക് കാണൂല. കൊണ്ട് ആരന്ന് തൊടുപുഴാചരത്തിനെ പറ്റി നൂരിന്ന് ലക്കബ് കാണും. അപ്പൊ നൂരിഷാന്റെ കൂടെ 40 കൊല്ലം ഹിദ്മത്ത് എടുത്തുന്നാന്ന് വ്യാഖ്യാനം പറഞ്ഞത്. നൂരിഷാൻ മുപ്പറം കണ്ടിട്ടും കൂടിയില്ല. മദ്രസത്തു നൂറാനിയ എന്ന് പറഞ്ഞ പൊതക്കൊടിയിലെ മദ്രസയിലെ ബിരുദാനത് നൂരി എവിടെ എത്തിപ്പോയി? തൊടുമ്പഴത്ത് ഒഫാത്തായിട്ട് 75 കൊല്ലം നമ്മ പോയപ്പം പറഞ്ഞ നമ്മിലെ പോയ തൊടുപുഴാശ്രമത്തിന്റെ മെഞ്ഞാൻപള്ളിയിൽ ചേർത്തിന് പോയില്ലേ, 1 വയസ്സം പറഞ്ഞ 75 കൊല്ലമായിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ് എനിക്ക് ചെറിയൊരു ഓർമ്മ ഉണ്ട്, 75 കൊല്ലമായിട്ടുണ്ടാവും. അല്ല താരിഖ് നോക്കിയാൽ കിട്ടും.
നിഷേധരിക്കത്തായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. അത് പരിചയപ്പെടുത്തുന്ന എന്തെല്ലാം കള്ളത്തിലാ പറയാന്ന്. അബ്ദുൽ ഖാദർ ഹൈദരാബാദ് സൂഫിയന്റെ ഖലീഫമാരിൽ ഒരാളാണ് ആര്? മുഹമ്മദുൽ ഖുത്താരി. ഒരു വലിയ അഗ്രഗണ്യനായ ആലിമായിരുന്നു. ഓരോ മുരീദന്മാർ ജീവിച്ചിരിക്കുന്ന വലിയക്കന്മാരെല്ലാം പല ആളാണ്. ഹൈദരാബാദ് സൂഫിന്റെ വേറൊരു ഖലീഫയാണ് സൂഫി ഹസ്രത്ത്. അതുപോലെ അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് ബേലൂരുണ്ടായ വാക്യത്തിന്റെ ബാനി ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത്. അപ്പൊ ചരിത്രം പറയുന്ന ആൾ എന്തെല്ലോ പറയില്ല, അതിനൊന്നും അർത്ഥമില്ല. കിതാബ് ഉണ്ടോ? തസവ്വുഫിൽ ഇഹ്യ തഫ്സീർ അൽ ബഗവി, ഇതാ മാലിമു തൻസീലിലൂടെ കാണാം. പിന്നെ മുലഹ എന്ന് പറഞ്ഞ ഇറാബിന്റെ കിതാബ് ലിമാലിഫ് അൽ അദീബ്, ആരാണ്? ഹബീബ് മുഹമ്മദിൽ ഖാസിം ഇബ്നു അലിൽ ഹരീരിൽ ബസരി, 446. സാഹിബുൽ മഖാമാത്തിൽ ഹരീരി എന്ന കിതാബ് ഓറുണ്ടാക്കിയത് അതാ. അല്ലത്തി ഇഷ്തഹറത്ത് തുർജിമത്ത് ഇലാ അദ്ദത്തി ലുഗാത്തി, അത് വളരെ പ്രസിദ്ധമാണ്, പല ഭാഷയിലേക്കും തർജമ ചെയ്തിട്ടുണ്ട്. പിന്നെ ദുർറത്തുൽ ഖവാസ്, മുൽഹത്തുൽ ഇറാബ്, അതാണ് ഇപ്പം പറഞ്ഞ കിതാബ് ഇറാബിനെ പറ്റി. അത് നഹ്വ്. പിന്നെ കുത്തുബ് ഇബ്നു ഹിഷാം. ഇബ്നു ഹിഷാം അതാരാ? മുഗ്നുൽ ലബീബ്, ശുദൂറുൽ ദഹബ്, ഖത്റുൻ നദ, ഔലഹുൽ മസാലിക്, അൽ ഇറാബ് അലാ ഖവായിദിൽ ഇറാബ് വഗൈറുഹ. ഇതാണ് ഇബ്നു ഹിഷാമിന്റെ. നമുക്ക് ഖത്റുൻ നദ വലിയ മഷൂറായ കിതാബല്ലേ ഖത്റുൻ നദ. അതിനല്ലേ വലിയ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ശറഹ് എഴുതിയത് യഹ്യ. ഇബ്നു ഹിഷാം ആരാണ്? ജമാലുദ്ദീൻ അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് അൽ മഅറൂഫ് ഇബ്നു ഹിഷാം. ഇബ്നു ഹിഷാം ആരാ? താരീഖിന്റെ ഇബ്നു ഹിഷാം അല്ല, ചരിത്രം പറയുന്ന ഇബ്നു ഹിഷാം അല്ലേ. അത് മേലെ ബുഖാരി ഇമാമിന്റെ മുമ്പുള്ള ആളാണ്. ഏതാണ്? ഹിജറ 130 താബിഈങ്ങളുടെ കാലത്താണ്. ഇബ്നു ഹിഷാമല്ലോ. യഹ്യ പള്ളിയുടെ തെക്ക് ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞെടുക്കുന്നൊരു കബറ്. ഇതാണ് 708. അതെ അതെ, അവിടെ കൊടി നോക്കിയിട്ടാണ്. മിൻ അയിമ്മത്തിൽ അറബിയ്യ, അറബി ഭാഷന്റെ ഇമാമാണ്. മൗലിദുഹു വഫാത്തുഹു ബിമിസ്റിലാണ്. ഖാല ഇബ്നു ഖൽദൂൻ പറയുന്നത് മാസിൽന വനഹനു ബിൽ മഗ്രിബി നസ്മഉ, നമ്മൾ മഗ്രിബിൽ താമസിക്കുകയാണ്, അപ്പം കേൾക്കുന്നുണ്ട് അന്നഹു ലഹറ ബി മിസ്റ, മിസ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആലിമൻ ബിൽ അറബിയ്യ, അറബിയായ ഒരു വലിയ ഒരു പണ്ഡിതൻ, അറബി ഭാഷയിലുള്ള പണ്ഡിതൻ പ്രത്യക്ഷപ്പെട്ടെന്ന് നമുക്ക് കേട്ടു. അപ്പോൾ ലോകത്ത് പ്രസിദ്ധിയായി. യുക്കാലുള്ള ഇബ്നു ഹിഷാം എന്നാണ് അവരുടെ പേര്. അൻഹാമിൻ സീബഹിമാമിനാക്കാണ് നഹ്വദിനി നാളാണ് എന്ന് ആരെ പറ്റി പറഞ്ഞത്? ഇബ്നു ഹിഷാമിനെ പറ്റി ഇബ്നു ഖൽദൂൻ പറഞ്ഞത്. അപ്പോൾ ചെറിയ ആളൊന്നല്ലല്ലോ. ഒരുപാട് ഇമാമുകളെ പറ്റി കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പറയുന്ന കിതാബ് മിമ്മാ യഹ്സുലു ബിഖിറാത്തിഹിൽ ഫുതൂഹ്, അതെല്ലാം പാരായണം ചെയ്താൽ ഫുതൂഹാത്ത് കിട്ടും. വതതറക്കാ ബിഹാ ഇല റൂഹ്, നീ എന്താക്കും? റൂഹിന്റെ മർത്തബിലേക്ക് എത്തുന്ന ഞാൻ വലിയ മർത്തബ. അതെന്താണ്? ഫുതൂഹ് എന്ന് ഹാക്കൊപ്പിക്കാനാണ് റൂഹ് എന്നാണ് പ്രയോഗിച്ചത്. വഫീ ഷറഹിൽ ഐനിയത്തി, ഐനിയ എന്ന് പറഞ്ഞാൽ അയിന് കൊണ്ട് അവസാനിക്കുന്ന ഒരു ബൈത്ത് ചില്ലറ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഷറഹിലുണ്ട് അന്ന ശൈഖ് അഹ്മദ് ബിൻ മുഹമ്മദിൽ ഹബശി റളിയല്ലാഹു അൻഹു സാഹിബ് ഷൈബ്, സാഹിബ് ഷൈബ് ആരാന്ന്? അൽ ഇമാമു അൽ വലിയു അൽ മുനവ്വർ സയ്യിദുന അൽ ഹബീബ് ശിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവി അൽ ഹബശി റളിയല്ലാഹു അൻഹു. അവരുടെ ബുലിദ ബി തരീമിൽ വഹഫിദൽ ഖുർആൻ, ഖുർആൻ കനപാഠമാക്കി. വതലബൽ ഇൽമിനെ തേടി. വസഹിബൽ അകാബിർ, അകാബിനോട് കൂട്ടുകൂടി. ആരാണ്? ഷെയ്ഖ് അബൂബക്കർ ബിൻ സാലിം. അവിടെ ഓരോ ദുആയാണ് പിന്നെ കഴിഞ്ഞ ആഴ്ച അയച്ചാന്ന്. വഗൈരി റഹല ഇലൽ ഹറമൈൻ, 2 ഹറമിലേക്ക് യാത്ര പോയി. വജാവറ ബിഹിമാ സിനീൻ, ആ 2 സ്ഥലത്തുമായിട്ട് കുറേ കൊല്ലം കഴിച്ചു കൂട്ടി.
വകാന കസീറൽ മുജാഹദത്തി വൽ ഇബാദ, ഇബാദത്തും മുജാഹദത്തും വളരെയുള്ള ആളാണ്. വവഹബഹുല്ലാഹു തആല മിനൽ മആരിഫി വൽ വിലായത്തി മാ യുബഹുൽ ഉഖൂൽ, അഖലുകളെ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള മഅരിഫത്തും വിലായത്തുമാണ് അല്ലാഹു തആല അവർക്ക് ഓശാരമായി കൊടുത്തത്. അപ്പോൾ ചെറിയ ആളല്ല ആര്? സാഹിബ് ഷേഖ്. ഇസ്തൗതന ആഖിറ അംദിഹി, അവസാന കാലത്ത് ജീവിച്ചത് എവിടെയാണ്? ഹുസൈസ വതൂഫിയ ബിഹ, അവിടെ തന്നെയാണ് വഫാത്ത് 1038. അപ്പം നന്ന ദൂരത്തല്ല. വദുഫിന ഫീ ശൈബിൽ ഇമാമിൽ മുഹാജിർ, ആ ഭാഗത്താണ് അവിടെ മറുപടി. വലിദാലിക സുമ്മിയ സാഹിബ് ഷൈബ്, അങ്ങനെയാണ് പേര് വന്നത്. വസുമ്മിയ ദാലിക ഷൈബു, അപ്പോൾ ആ നാട്ടിൻ്റെ പേര് വന്ന് ഷൈബുൽ അഹമ്മദൈൻ എന്ന്, 2 അഹമ്മദിൻ്റെ ഷൈബ്. ഇതാണ് ഒന്ന് മൂപ്പർ തന്നെ അഹമ്മദ് ബിൻ മുഹമ്മദ് ലബിഷി, മറ്റൊന്നോ അൽ ഇമാം അൽ മുഹാജിർ അൽ മുത്തറജി. പിന്നെ മുത്തറജി ആരോ പേര് ചരിത്രം പറഞ്ഞു, വൽ ഇമാം അഹമ്മദ് ബിൻ ഈസൽ മുഹാജിർ. ഒന്ന് നമ്മൾ ചരിത്രം പറഞ്ഞിരിക്കുന്ന ആര്? അഹമ്മദ് ബിൻ മുഹമ്മദ് ഹബിഷി, മറ്റേയാള് അഹമ്മദ് ബിൻ ഈസൽ മുഹാജിർ. 2 ആൾ ഒരു സ്ഥലത്ത് കിടക്കുന്നു. അപ്പോൾ ഷൈബുൽ അഹമ്മദൈൻ എന്ന് പേര് വന്നു. ഒമാനിലുണ്ട് ഷൈബ് ഷെയ്ഖ് എന്നുണ്ട്, സാഹിബ് ഷാരിഖ് ഷൈബ് എന്നാ ഷെയ്ഖ്. നമ്മൾ 2 ദിവസം ഒമാനിൽ പോയിനല്ല, മൂപ്പറ കാണാൻ പോയതാണ്. അവിടത്തേക്ക് പോകുന്ന വഴിക്കുന്ന പേരെന്താന്ന്? ഷാരിഖ് ഷെയ്ഖ്. അവിടെ ജുമ കൂടി മൂപ്പറ ഖുതുബ, നല്ല ഖുതുബ എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ കടിച്ചടിച്ച് അവിടെ ഭയങ്കര കുളല്ലാക്കി നസീദയും പാട്ടും എല്ലാം മുട്ടിയിട്ട്. അന്ന് ഷമാസില്ലേ, അല്ല ജാബിറുണ്ടായിരുന്നു. എന്താ അവിടുന്ന് നമുക്ക് സമ്മാനിച്ച പുതുപ്പ നിൽക്കണം. ആ കർത്തൻ ഒരു പുതുപ്പ് സമ്മാനിക്കലുണ്ട്, ബടി സമ്മാനിക്കലുണ്ട്. ആ ബടി അതോ മറ്റൊരു ബടി അതോ നമ്മുടെ സുഡാനില്ലേ ഏത്? കൂട്ടുണ്ട്. ഏത്? അഹമ്മദ് ബിൻ ഈസേ. ഹുസൈസ അത് ചന്ദ്രണ്ടില്ല. അത് ഈ ഷേബ് ഏത് ഭാഗത്താന്ന് കണ്ടുപിടിച്ചാൽ കിട്ടും. അത് കാണാം. അവിടെ തന്നെയല്ലോ ഒപ്പത്തെന്ന് പറഞ്ഞു. ആരാ നമ്മൾ വിഷയം എടുക്കാം? അഹമ്മദ് ബിൻ മുഹമ്മദ് നബിഷി കാന യഖൂലു, മൂപ്പർ പറയും, സലാസു നിഅമിൻ, അള്ളാഹുവിൻ്റെ 3 നിഅമത്തുണ്ട്. ഉഖ്തസ്സ ബിഹൽ മുതഅഖിറൂൻ, പിന്നിലുള്ള തലമുറക്ക് അള്ളാഹു തആല പ്രത്യേകമാക്കിയ 3 നിഅമത്ത്. ഒന്ന് ശറഹുൽ ഹിക്കം, അതാ ഇബ്നു അബ്ബാദ്. ഇബ്നു അബ്ബാദിന്റെ ഫസീർ റളിയല്ലാഹു അൻഹു സംഭവം ഉണ്ട്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ ശരീക്കുമാണ്, തങ്ങളെ മുരീദുമാണ്. അബുൽ ഹസൻ ഷാദിലി തങ്ങളുടെ അടുത്ത കാലമാണ്. ഒന്നാമത്തെ ഷറഹ് മവാഹിബുൽ ഖൈസിൽ അലിയാൻ, നമ്മൾ ഇവിടുന്ന് 2 വട്ടം ചോദ്യം തീർത്ത കിതാബ് അത് ഇവിടെ തന്നെയില്ലേ. പിന്നെ വഖസായിദുൽ ഫഖീഹ് ഉമർ ബാ മഖ്റമ റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദകൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അതാണത് അശ്ശൈഖ് ഉമർ ബിൻ അബ്ദുല്ലാഹി ബിൻ അഹമ്മദ് ബാ മഖ്റമ അൽ ഹളറമി, 884 ജനിച്ച് 952 വഫാത്തായി. വലിയ മഖ്ദൂദുകൾ ഏതാണ്ട് അടുത്ത കാലമായി. 928 ആരോ വഫാത്ത് മഖ്ദൂദുകളുടെ. മിൻ നഅയാനി ഹളറമൂത്ത്, ഹളറമൂത്തിലുള്ള നേതാക്കളാണ് ആലിമുൻ ഫഖീഹുൻ സൂഫിയും ഷായിറുൻ സാഹിബ് മവാജിദ് വാദ്വാഖ്, അവർക്ക് വജുദും ലൗക്കലുള്ള ആളാണ്. മൗലിദുഹു ബിൽ ഹജ്രീൻ വഫാത്തുഹു ബി സൈഊൻ, അതേതാ നാട്? യമനിലായിരിക്കും അല്ലേ, കലണ്ടർ നോക്കി കിട്ടും. അഖദ അൻ വാലിദിഹി അബ്ദുല്ലാഹ് ബിൻ അഹമ്മദ് മുഫ്തി അദിൻ, ഉപ്പാറ വക്കന്നാന്ന് പഠിച്ചത്. ഇത് ഉമർ ബിൻ അബ്ദുള്ള പിയില്ലേ. വഅനി ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അഖ്ലർ ബാ ഹുർമുസ്, രണ്ടാമത്തത്. വഅന്നു അവരത്തെ ഇൽമു പഠിച്ചത് ബലദുഹു അബ്ദുല്ലാഹ് ബിൻ ഉമർ, ഉമറിന്റെ മകൻ അബ്ദുള്ള. മുഫ്തി ഹദറമൗത്തിൽ അക്ബർ, ഹദറമൗത്തിനല്ല അക്ബർ, വലിയ ഹദറമൗത്തല്ല, മുഫ്തിൽ അക്ബർ. ഫി അസ്രിഹി ലഹു ദീവാനുൻ ബദീഉൻ ബിൽ ലഹ്ജത്തിൽ ഹദറമിയ്യ, ഹദറമിയ്യായ ശൈലിയിലാണ് വലിയൊരു പാട്ടുണ്ട്. വയുഅദ്ദുൽ ഷാഇറ അശ്ശഅബി ലവല ഫി ഹദറമൗത്ത്,
അതാ സാഹിബ് എന്താണ് ഷാഇർ ഷഅബിൽ അവൽ എന്നാണ് ഓർ പേര്. വമിൻ മുഅല്ലഫാതിഹി ബിർദുൽ വാരിദിൽ ഖുദ്സി ഫീ മഅനാഅത്തിൽ കുർസി. കിതാബിനെ പറ്റി അത് അല്ലാഹ് ചെയ്ത വലിയൊരു നിഅമത്താന്ന് പറഞ്ഞത്. അവരുടെ കസായിദ്, ആ കസായിദ് നമുക്കൊന്നും കിട്ടിയിട്ടില്ല, ഇതെല്ലാം കിട്ടണമായിരുന്നു. മൂന്നോ വൽ കഹ്വത്തുൽ ബുന്ന, അതാ മുന്നഞ്ഞ കാപ്പിയല്ലതെ ലിമാ ഫീഹാ മിനൽ ഇആനത്തി അലാ ത്വഅത്തില്ലാഹി തആല ബിസ്സഹരി വൽ ഖിയാം. രാത്രി ഉറക്കൊഴിക്കാനും ഖിയാമുൽ ലൈലിക്ക് സഹായിക്കുന്ന കാര്യമുള്ളതുകൊണ്ടാണ് കഹ്വത്തുൽ മുന്നഞ്ഞ എന്ന് പേര് വന്നത്. കാപ്പി മൂന്ന് കാര്യം നമുക്ക് വലിയ നിഅമത്താണ്. ഒന്ന് ഷറഹുൽ ഹിക്മ, മറ്റൊന്ന് ഉമർ ബാമ ഖറമാന ഖസീദ, മറ്റൊന്ന് കാപ്പി കുടിക്കല്. അല്ലല്ല അർബഈനുൽ ഉസൂൽ ഉണ്ടല്ലോ അല്ലേ, എല്ലാം പറ്റിക്കണം. ആ അതന്നെ അവിടെയല്ലേ പറഞ്ഞ ലിമാഫി ഇമാനത്തല ത്വഅത്തില്ലാ ബിസ്സഹരി വൽ ഖിയാം. ഉമയ്യ നല്ലൊരു ഷെയ്ഖ് ഈ പൊടി വലിക്കുമ്പോഴും രാത്രി ഉറക്കം വരാതിരിക്കാൻ. അല്ല ഫീ നഫ്സിൽ നോക്കിയാൽ ജായിസാണോ ഇല്ലയെന്ന് മസാല ചർച്ച ചെയ്യണ്ട. ഓർക്ക് രാത്രി ഖിയാമല്ലാലും നീണ്ട സുബഹിയുടെ ദിക്ർ ചെല്ലാൻ വേണ്ടി ഉറക്കം ചെയ്യാനുള്ള യാനത്തായിക്കൊണ്ടാണ് മൂപ്പർ ഉപയോഗിക്കുന്നത്. ഒരു സ്ഥലത്ത് പോയപ്പോൾ മൂപ്പർക്ക് പൊടി കിട്ടണ്ടായി, ഉറക്കം വരുന്ന കണ്ടപ്പോൾ മടിയിലേക്ക് ഉണ്ടവരും വന്ന് വീണു. ഇപ്പം അടുത്ത കാലത്ത് 19 കൊല്ലമായിട്ടുള്ള ഒഫാത്തായിട്ട് നമ്മൾ സിയാറത്തിന് പോയത് ഉമയ്യ എന്നൊരു പട്ടാളം നമ്മളെ കൊഞ്ഞു പോക്ക് മുസ്ലിയാരെ ശിഷ്യം പറഞ്ഞില്ലേന്ന്. നമ്മൾ ളുഹൂർക്ക് സിയാറത്തിന് പോയില്ലേ, കൊല്ലത്ത് നമ്മ അത് ബാദിന് പോയ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഖലീഫയാണല്ലോ. നമ്മ രോഗം കാണാൻ പോയ പനി വന്നിട്ട് തൊപ്പിയിട്ട് ഉഷാദില്ലേന്ന് വേറെ ഖലീഫയാണ് ആശുപത്രിയിൽ പോയത്, ശംസുദ്ദീൻ മദനി. വയദുക്കറു അൻ ബഅദിൽ മുതഅഖിരീൻ, മുതഅഖിരീങ്ങളായ ചില ഇമാമിങ്ങളെ തൊട്ട് പറഞ്ഞിട്ടുണ്ട് അന്നഹു സാദ അലാ ഹാദിഹി സലാസ, ഈ മൂന്നെണ്ണത്തിനാക്കണം കൂടുതലായിട്ട്. അതാണ് ഖുതുബൽ ഹബീബി അബ്ദുല്ലാഹി ഇബ്നു അലബിൽ ഹദ്ദാദ് തങ്ങളുടെ കിതാബും കൂടെ കൂട്ടത്തിൽ കൂട്ടണം. അപ്പം 4. കാനൽ ഹബീബ് ഐദറൂസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു യർബിയൻ സയ്യിദുൽ ഇമാം അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്തെന്ന് അന്നഹു കാന ലാ യസാലു സലാസത്തും മിനൽ കുതുബി തുഖറഉ അലൈഹി, കിതാബിൽപ്പെട്ട 3 സദാസമയത്ത് മൂപ്പർ വല്ല ഓതി കൽപ്പിക്കും. കുല്ലമാ തമ്മ കിതാബും മിൻഹാ, അതിൽ നിന്നുള്ള കിതാബ് തീരുമ്പോഴേക്ക് അമറ ബിഹാലത്തിൽ ഖിറാഅത്തി ഫീഹി മിൻ അവ്വലിഹി, തുടക്കം മുതൽ എന്താക്കും മുഴുവൻ ആവർത്തിക്കാൻ പറ്റും. മടക്കി 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 ഓതുകയാണ്. കിതാബ് തീരുമ്പോൾ മതിയാക്കൂല, മഹാകഥ അങ്ങനെ തുടർന്നു പോകും. വേദല്ലാന്ന് ഒന്ന് റിയാദുസ് സാലിഹീൻ, ഇന്ന് പിള്ളേർക്ക് വന്ന കിതാബ് എന്നാ പറയുന്നത്. ഒരിക്കൽ ഞാൻ എന്താക്കി സ്കൂളിൽ പോകുന്ന മുടെല്ലാം കൂട്ടിയിട്ട് റിയാദുസ് സാലിഹീൻ കുറച്ച് ഹദീസ് ഹിശാം അറബിൻ്റെ അടിയിൽ പഠിപ്പിക്കും. അപ്പോൾ സഞ്ചാനില്ലാക്കി ഭ്രാന്തളി അവിടെ പരസ്യന്മാർ ലുഹർക്കകത്ത് സഞ്ചാനില്ലാത്ത ദിവസം എന്ത് ദർശടാ പിന്നെ എവിടുന്ന് വന്നെന്നൊക്കെ ചോദിച്ചിട്ട് വെള്ളിയാഴ്ച നല്ലോണം തോന്നി പൊളിച്ചിളക്കി. എന്താ ചേരാ സഞ്ചാരം ഇടുന്ന കൂടി ഇനി, കാരണം അവിടെ നിൽക്കാൻ പോയതല്ല, ഞാൻ വരാൻ പോയതാണ്. തോണി പൊളിച്ചിടക്കലോട് കൂടി പിന്നെ എന്തില്ല, ആ സൗക്കട് ഉണ്ടായിട്ടില്ല. രാം സാലിഹിനെ കണ്ട വലുതാ സഞ്ചാൻ. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് എന്തിനാ സഞ്ചാൻ പറഞ്ഞിട്ട്, സഞ്ചാനെ കുറ്റപ്പെടുത്തുന്നതല്ല. സഫ്താദ് സാനി ഇമാം ചെറിയതിട്ടുണ്ട്. അപ്പോൾ സഫ്താദ് സാനി ഇമാമിൻ്റെ കലമ് വെച്ചത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. പക്ഷെ കുട്ടികൾക്ക് മദ്രസയിൽ പോകുന്ന 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാ സഞ്ചാനി? അവർ സഞ്ചാൻ അയാളെന്തോ കേട്ടിന് തന്നെ. അപ്പോൾ തീരുന്തോറും അവരും തുടങ്ങുന്ന കിതാബാണ് ഏത്? റിയാദുസ് സാലിഹീൻ 1, മഖാലുൻ നാസിഹീൻ 2, ശറഹുൽ ഹദീഖ 3. അപ്പോൾ ഹദീഖ എൻ്റെ ഷറഹല്ലേ, യാനി അലൽ ഉർവത്തിൽ വസീഖ എന്നാണ് എൻ്റെ മത്തിനി.
അതിലൊന്ന് തന്നെയുള്ള ആള് മുഹമ്മദ് ബിൻ ഉമർ ബഹ്റഖ് എന്ന് പറയുന്നു. മറ്റേ രണ്ടെണ്ണം അറിയുന്നോണ്ട് പറഞ്ഞു, അത് പറയുന്ന അടിയിൽ ലിൽ ഇമാം നവവി, അതായത് റിയാദുസ് സാലിഹീൻ മക്കാലുൻ നാസിഹീൻ ബിഹിഫ്ദ് ശആയിരുദ്ദീൻ ലിൽ ഇമാമിൽ അല്ലാമത്തിൽ വലിയ മുഹമ്മദ് ബിൻ ഉമർ ബാജമാലുൽ ഹദറമിയാണ് ഇതാക്കിയത്. 905 മുതൽ 64 വരെ, ചെറിയ വയസ്സേ ഉള്ളൂ. സാഹിബൽ വലിയ ഷെയ്ഖ് ഷഹീറ അഷെയ്ഖ് മാറൂഫ് ബാജമ്മാൽ, ബാജമ്മാലാകുന്ന ഷെയ്ഖിനോടൊപ്പം സുഹബത്ത്. വസലക തരീഖൽ ഖൗം, അൽ ഖൗമിന്റെ തരീഖിൽ പ്രവേശിച്ചു. ഫസാറ മിനൽ മുഹഖഖീന ഫിഹ, തരീഖിൽ ബാലിയ മുഹഖഖീങ്ങളാണ്. കാന സഖിയൻ നാസിഹൻ ശദീദ തഅല്ലുഖ് ബിൽ ആഖിറ, ആഖിറവുമായി വല്ലാത്ത ബന്ധമായിരുന്നു. നല്ല നാസിഹായിരുന്നു, വലിയ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. സന്നഫ ഇദ്ദത മുഅല്ലഫാത്തിൻ നാഫിഅ, ഉപകാരപ്രദമായ ഒരുപാട് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജുല്ലുഹാ ഫി തസവ്വുഫ്, അത് അഖിലവും തസവ്വുഫിന്റെ വിഷയമാണ്. അതാണ് ഇത് മഖാലുൻ നാസിഹീൻ എന്ന കിതാബ്. ഇനി ശറഹുൽ ഹദീഖിലോ അൽ അല്ലാമത്തുൽ മുതഫന്നിൻ അൽ ഫഖീഹ് അൻ നഹവി അൽ അദീബ് അല്ലാമത്തുൽ ജമൽ, എന്തൊരു സ്ഥാനപ്പേര്, മുഹമ്മദ് ബിൻ ഉമർ ഇബ്നു മുബാറക്കിൽ ഹിംദരിൽ ഹലറമി ഷാഫിഈ. അതാ ബഹ്റഖ് എന്നാണ് അവരുടെ പ്രസിദ്ധം. 869 ജനിച്ചിട്ട് 930 വഫാത്ത്. അപ്പോൾ ഏതാണ്ട് ഇബ്നു ഹജർ തങ്ങളുടെ കാലത്തേക്ക് എത്തി. മഖ്ദൂം തങ്ങളെല്ലാം കാലമല്ലേ. വലിദ ബി ഹദറമൗത്തിൽ ജനിച്ചു. വതലക്കൽ ഇൽമ ബിഹ, അവിടെ വെച്ച് ഇൽമ പഠിച്ചു. വബി സുബൈദ് വൽ ഹറമൈനി വനബഗ, അതിൽ വളരെ നൈപുണ്യം നേടി. വലിയ ഖിദാഅത്ത് ഷഹർ, ഖദാ ഷഹർ, ഷഹർ എന്ന നാട്ടിൻ്റെ ഖാദിയായി. സുമ്മ റഹല ഇലൽ ഹിന്ദി, ഇന്ത്യയിലേക്ക് വന്നിട്ട് വബിഹ തൂഫിയ, ഇന്ത്യയിലാണ് മൂപ്പറ ഖബറുള്ളത്. അതെവിടെയാണെന്ന് തിന്നിട്ടില്ല, ഇന്ത്യയിലേക്ക് വന്നിട്ട്. മിൻ മുസന്നഫാത്തിഹി തുഹഫത്തുൽ അഹ്ബാബ് ശറഹ് മുൽഹത്തുൽ ഇറാബ്, നേരത്തെ ഒരു മുൽഹ പറഞ്ഞില്ലേ ഇറാബിൻ്റെ, അതിൻ്റെ ഷറഹ്. വശറഹ് ലാമിയത്തുൽ അഫ്ആലിൻ്റെ ഷറഹ്. ഹില്യത്തുൽ ബനാത്തി വൽ ബനീൻ മൂന്നാമത്തേത്. നമ്മൾ പറഞ്ഞതാ ഹദീഖത്തുൽ അനീഖ ശറഹുൽ ഉർവത്തുൽ ബസീഖ, അതാണ് ഈ കിതാബിൽ പറഞ്ഞത്. ഹദീഖാൻ്റെ ഷറഹ് എന്ന് പറയും. അതിൻ്റെ ഒറിജിനൽ പേര് അൽ ഹദീഖത്തുൽ അനീഖ ശറഹുൽ ഉർവത്തുൽ ബസീഖ. وفي مجموع كلام سيدنا الإمام أحمد بن عمر بن سميت رضي الله عنه كلام قال حديقة الإمام بحرق, ഇമാം ബഹ്റഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീഖ എന്ന കിതാബ് ഹദിയത്തും മിനല്ലാഹി തആല ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല ഹദിയ നൽകിയതാണ്. അപ്പോൾ അത് സ്വീകരിക്കണ്ടേ. വഅബദു അന്നഹ ഫീ കുല്ലി ബൈത്തിൻ, എല്ലാ വീടുകളിലും അതുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വയഹ്ഫളുഹാ കുല്ലു ഖൽബിൻ, എല്ലാ കൽബും മനപ്പാടമാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് എത്തണം ഓളണം. ലിഅന്നഹാ ദഅവത്തുൻ അല്ലാഹി ഖാലിസ, അള്ളാഹുവിലേക്കുള്ള ഖാലിസായ ദഅവത്താണ്. വഹിയ സുബദത്തുൽ സുബദത്തി വംദ, സുബദ എന്ന സാധനത്തിന്റെ കടമ്പ്, ആ കടമ്പിന്റെ കടമ്പാണ്, കടമ്പുൽ കടമ്പ്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത് ചെയ്യാൻ പറ്റിയ കിതാബുമാണ്. ഇൻഷാ അല്ലാഹ് വാങ്ങുകയും വേണം ഓതിയും വേണം. ഇനി വെച്ചിപ്പറ്റി കറഫാണ് നിർത്താപ്പം. വഖാല റളിയല്ലാഹു അൻഹു നൂസിക്കും ബിഅർബഅത്തി കുതുബിൻ ഇൽസമുഹാ, 4 കിതാബ് ഞാനിതാ വസിയത്തായി പറയുന്നു, അത് മുറുകെ പഠിക്കണേന്ന്. ഒന്നേതാ കിതാബുൽ ഹദീഖൽ അനീഖ, ഇപ്പം പറഞ്ഞു. ഇത് ലിശ്ശൈഖ് ഇമാം മുഹമ്മദ് ബഹ്റഖ്. വകിതാബ് മഖാലത്തിൻ നാസിഹീൻ, അത് ഇപ്പം പറഞ്ഞു തന്നെ. വഹാദാനി കിതാബാനി ലാ യസാലാനി യുഖ്റആനി ഫി മജ്ലിസിൽ ഹബീബി അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മജ്ലിസിൽ അത് ആവർത്തിച്ച് ഓതാറുള്ള കിതാബാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇദാ തമ്മ വാഹിദുൻ മിൻഹുമാ സബ്ബറ ഫിസ്സാനി, ഒന്ന് തീരുമ്പോഴേക്കും എന്താകും അടുത്തേൽ തുടങ്ങും. മറ്റേ കിതാബാണ് റിയാദുസ് സാലിഹീൻ. കിതാബ് ദുർറ സമീൻ ലിൽ ഹബീബി അബ്ദുൽ ഖാദിർ ബിൻ ശൈഖ് അൽ അദ്റൂസ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് ദുർറ സമീൻ, അത് തസഫിന്റെ കിതാബാണ്. വസഫഹുൽ ഹബീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വസ്ഫർ എന്നറിയോ ഫിൽ ഐനിയത്തിൽ അബ്ദുൽ ഖാദിറിൽ മുതവല്ലിഈൻ, മുസന്നിഫിന്റെ ചരിത്രം പറഞ്ഞിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ പാടിയ പാട്ടാണ് ഒരു കഷ്ടം. ഐനിയത്ത് അബ്ദുൽ ഖാദിറിൽ മുതവല്ലിഈൻ ദുർറ സമീനിന്റെ മുസന്നിഫിനെ പറ്റി പറഞ്ഞു.
ദുർദ സമീന് പണ്ട് കിട്ടായിട്ട് ഞാൻ കുറേ ഭാഗം എഴുതിയെടുത്തിരുന്നു നോട്ട് ബുക്കിൽ എത്രയോ കൊല്ലം മുമ്പ്. അതാ മുസന്നിഫിനെ പറഞ്ഞതാ. അൽ ഇമാമുൽ അല്ലാമത്തുൽ മുഅദ്ദിഖ് അൽ വലിയുൽ കബീർ സാഹിബ് തസാനീഫിൽ ബദീഅ അൽ ഹബീബ് അബ്ദുൽ ഖാദിർ ഇബ്നു ശൈഖുൽ അയ്ദറൂസ് 978 ജനിച്ചിട്ട് 1038 വഫാത്ത്. സക്കന ഹളറമൗത്തിലാണ് താമസം. വന്തക്കലിലെ അഹമ്മദാബാദിലേക്കാണ് വന്നത്. ബിൽ ഹിന്ദിൽ വബിഹ തൂഫി, അവിടെയാണ് മൂപ്പറ ഖബർ. കാനൽ ഇമാമുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു യഖൂലു ഹുവ അക്സറു ആലി ബാലവി തലീഫാത്ത്. ആലു ബാലവിന്റെ കൂട്ടത്തിൽ ഏറ്റവും തലീഫാത്ത് ഏറിയാണ് മൂപ്പർക്കാണ്. ആലു ബാലവി ധാരാളം മുസന്നിഫ്യങ്ങളുണ്ട്. തസ്നീഫാത്ത് ഏറ്റവും കൂടുതലുള്ളത് മൂപ്പർക്കാണ്. മിൻ മുഅല്ലഫാത്തി അന്നൂറു സാഫിർ അൻ അഖ്ബാറുൽ ഖർനിൽ ആശിർ കിതാബ് വതഅരീഫുൽ ലഹജ ബിഫളായിലുൽ ലഹജ. എന്ന് ഇവിടുന്ന് ഓതിയ കിതാബാണ്. ഏഹ്യാലോമത്തിന്റെ മുഖദ്ദിമയിൽ എന്നുണ്ട് ഈ കിതാബ് കൊടുത്തിട്ടുണ്ട്. അബ്ദുൽ ഖാദിർ തഅരീഫുൽ ലഹജ ബിഫളായിലുൽ ലഹജ, അത് അതിനെല്ലാം ഉണ്ട്. അവിടുന്ന് ഓതിയത് യഹജന്റെ മുഖദ്ദിമായിട്ട് കുറേ കിതാബുണ്ട്. അതിൽപ്പെട്ട ഒന്ന് അവാരിഫുൽ മാരിഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇറാഖിൻ്റെ തഹ്രീജ്, അത് പിന്നെന്താക്കി പ്രത്യേകം കിതാബാക്കാതെ ഇതിൻ്റെ അടിയിൽ കൊടുത്തു. മറ്റൊരു കിതാബ് ഏതാന്ന്, മറ്റേ ഹസാൻ ഇമാമിന് ഇതിലെ ചോദ്യം വന്ന കിതാബില്ലേ, ഇംലാവ് മുഷ്കിലാത്തിൽ ലഹിജായില്ല. പിന്നെ വഗായത്തുൽ ഖുറബ് ഫീ ശർഹ് നിഹായത്തി തൽബ് മറ്റൊരു കിതാബാണ്. വഗൈറുഹ വമിൻഹൽ കിതാബുൽ മദ്കൂർ അലാ, അതിൽപ്പെട്ടാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദുർറു സമീൻ ഫി ബയാനുൽ മുഹിമ്മി മിൻ ഇൽമിദ്ദീൻ, അത് ബൈത്തുൽ ഷർഹാക്കിയിട്ടുള്ളത്. അതെ അപ്പന്നില്ല മുമ്പിലാടാ. അതാ മനസ്സിലായി. അപ്പം അത് പരിധിപ്പിടിക്കലും പോക്കും കഴിഞ്ഞ് നമുക്ക് ദ്വാരക്കാനേ കഴിഞ്ഞു. ഇപ്പോൾ നാലാമത്തെ കിതാബ് ഇത്ഹാഫുൻ നബീൽ എന്ന കിതാബാണ്. ആരാന്നില്ല, സയ്യിദുൽ ഇമാം താഹിർ ബിൻ ഹുസൈൻ റളിയല്ലാഹു. അതിനെപ്പറ്റിയതാ ഇത്ഹാഫുൻ നബീൽ ബിബഅദി മആനി ഹദീസ് ജിബ്രീൽ. ജിബ്രീൽ മനുഷ്യന്റെ കോലത്തിൽ വന്ന ഒരു ഹദീസില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തേ, അതിന്റെ വ്യാഖ്യാനമാണ്. നിങ്ങളെ പഠിച്ചാൽ മക്കൾ നിൽക്കാം.